എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, മൾട്ടി തുടങ്ങി ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസ് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷറഫുദ്ദീൻ നായകന സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 10 കോടി സിനിമ കളക്ഷൻ നേടി. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസത്തിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT. അടുത്തൊരു അപ്ഡേറ്റ് ഡൈസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരുന്ന സിനിമയാണ് ഡൈസ്. പ്രണവ് മോഹൻലാലാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല കളക്ഷനും ഡൈസ് സിനിമ നേടിയെടുത്തു. കുറെ കാലത്തിന് ശേഷമാണ് ഒരു പ്രണവ് മോഹൻലാൽ സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹൊറർ മൂവിയാണ് ഡൈസ്. സിനിമ തിയേറ്ററുകളിൽ വർക്കായി. ഇപ്പോഴിതാ ഡൈസ് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടി ഡൈസ് സിനിമ റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് മാസങ്ങൾക്ക് മുന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസായത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്നതായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം മനോരമാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോവുകയാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ ഇവരാണ് എന്ന് സ്വന്തം പുണ്യാളനിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ മനോരമാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും പുണ്യാളൻ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. നിവിൻ പോളിയാണ് രാമചന്ദ്ര ബോസർഗൻ സിനിമയിലെ നായകൻ. 2023 സിനിമ റിലീസായത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. വളർന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ, ലുക്മാൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് വള സിനിമ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ സിനിമ സൈനാബ്രയിൽ റിലീസാക്കാൻ പോവുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. നവംബർ മാസം പകുതിയോടുകൂടിയായിരിക്കും വള സിനിമയുടെ OTT റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്ലിംഗ് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. മനോരമാക്സ് ആണ് ഈ സീരീസ് പുറത്തിറക്കുന്നത്. ഇതിന്റെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. കൂടുതലും അടുത്ത വീക്കായിരിക്കും സീരീസിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബൈസൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിക്രമിന്റെ മകൻ ധ്രുവിക്രമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ബൈസൺ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ബൈസൺ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം 16 ബൈസൺ സിനിമയുടെ OTT റിലീസ്. മലയാളം ഭാഷയിലും സിനിമ അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വർഷം മുന്നെയാണ് വേല സിനിമ റിലീസായത്. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഷെയ്നികം, സണ്ണി വെയിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ വേല സിനിമയുടെ OTT ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ്. നവംബർ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും വേല സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബൾട്ടി. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നല്ല കളക്ഷൻ ബൾട്ടി സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഷൈനികമാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ബൾട്ടി സിനിമയുടെ OTT മനോരമാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ മനോരമാക്സിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ഹൊറർ മൂവിയായിരുന്നു ജിന്ന്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ജിന്ന് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമാക്സിൽ നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ജിന്ന് സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് DNA. പക്ഷേ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ല അഭിപ്രായമാണ് DNA സിനിമ നേടിയെടുത്തത്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DNA സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമാക്സിൽ DNA സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.